ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ചർച്ചയൊക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ. കുഴപ്പങ്ങൾ ഒന്നുമില്ല. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങൾ സ്ഥലത്തില്ല. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ എത്തും. മറ്റന്നാളെ 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ്. കാര്യങ്ങളൊക്കെ തീർന്നു പോവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതും ഉണ്ട്. അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ്. അല്ല, ലീഗിന് 3-ാം സീറ്റ് വിഷയത്തിൽ ഉറപ്പ് ലഭിക്കണം എന്നാണല്ലോ ഉയർത്തിയിരുന്ന ആവശ്യം. അത് ആ ഉറപ്പ് ലഭിച്ചോ? ഇനിയിപ്പോൾ 27-ാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അഭ്യൂഹങ്ങൾ വേണ്ട. ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അന്തിമ തീരുമാനം ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞിരുന്നത്. അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടിയതിന് ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം, അതിൻ്റെ ലീഡർഷിപ്പ്. ഇപ്പോൾ തങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ കൂടി വന്ന് കൂടിയിരുന്നത് ഞങ്ങളെ രീതി അതാണല്ലോ. ആ 27-ന്റെ തങ്ങൾ അധ്യക്ഷതയിൽ നടക്കുന്ന മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ പറയാം. കോൺഗ്രസുമായിട്ട് ഇനിയും ചർച്ച ഉണ്ടാവും. ഇനി ചർച്ചയുടെ ഒരു ആവശ്യം ഉണ്ടാവും തോന്നിയില്ല. കാരണം ഞാൻ ആ മീറ്റിങ്ങിന് ശേഷം വല്ല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഏത് രാജ്യസഭ അല്ല, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തതാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റും. ലീഗിന് തൃപ്തികരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ ചർച്ച തൃപ്തികരമായിരുന്നു. നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ, തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ കഴിയും. അങ്ങനെ ഈ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളെ ഒറ്റവാക്കിൽ ഒതുക്കാൻ നിങ്ങൾ നോക്കിയാൽ അത് നടക്കില്ല. കാരണം വെച്ചാൽ ഈ ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനം നിങ്ങളോട് 27-ാം തീയതി പറയാം. ചർച്ച തൃപ്തികരം എന്ന വാക്കും ഹാപ്പി തമ്മിലുള്ള വ്യത്യാസം ധരിപ്പിച്ചില്ല. അതിനിപ്പോ ഒന്ന് കയറി നോക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം. ചർച്ച തൃപ്തികരാണ്. പക്ഷേ പിന്നെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് തങ്ങൾ വന്നതിന് ശേഷം വിലയിരുത്തട്ടെ. എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. വെറുതെ നമ്മൾ സമയം കളയാം. ഓക്കെ. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൊച്ചിയിൽ ചേർന്ന ഉഭയകക്ഷി ചർച്ച പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് തൃപ്തികരമായ ചർച്ച ആയിരുന്നു എന്നാണ്. മറ്റന്നാൾ ലീഗ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. 27-ന് ഈ കാര്യങ്ങളൊക്കെ ആഭ്യന്തരമായി മുസ്ലിം ലീഗിനുള്ളിൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ചർച്ച പോസിറ്റീവായിരുന്നു, തൃപ്തികരമായ ചർച്ച എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നില്ല. വിശദാംശങ്ങൾ പലതുമുണ്ട്. അത് കോൺഗ്രസിനുള്ളിലും അവർക്ക് ആഭ്യന്തരമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, മുസ്ലിം ലീഗിനുള്ളിലും ആഭ്യന്തരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് പറയാമെന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ നടന്ന ഉഭയകക്ഷി ചർച്ച തൃപ്തികരമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് എന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചിരിക്കുന്നത്. എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷുക്കൂർ, അതായത് നോക്കൂ, തൃപ്തികരമായ ചർച്ച എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ ലീഗ് തയ്യാറായി എന്നതിന്റെ സൂചനയാണോ അത്?
രേഷ്മ നമുക്കൊപ്പം MK മുന്നിലിരുന്ന് എന്താണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു അവസ്ഥ? എസ് ഷുക്കൂറിലേക്ക് വരാം. ചർച്ച തൃപ്തികരമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. 27-ന് ചേരുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനം വ്യക്തമാക്കും. വളരെ പോസിറ്റീവായ ചർച്ചയായിരുന്നു. വിശദാംശങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനുള്ളിൽ, മുസ്ലിം ലീഗിനുള്ളിൽ ആഭ്യന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലെ കൂടുതൽ തീരുമാനങ്ങൾ, വിശദാംശങ്ങളൊക്കെ അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഇത് മുസ്ലിം ലീഗിനുള്ളിൽ ആഭ്യന്തരമായി ചർച്ച ചെയ്യും. അതേപോലെ കോൺഗ്രസിനും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അവരും ആഭ്യന്തരമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. മറ്റന്നാളാണ് ലീഗിന്റെ ചർച്ച നടക്കാനിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം പറയാമെന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം വിശദീകരിച്ചിരിക്കുന്നത്. MK ഷുക്കൂർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷുക്കൂർ, ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടായി എന്ന് പറയാൻ കുഞ്ഞാലിക്കുട്ടി കൂട്ടാക്കുന്നില്ലെങ്കിൽ പോലും ചർച്ച തൃപ്തികരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ലീഗ് അംഗീകരിച്ചു എന്നതിന്റെ സൂചനയാണോ അത്? രേഷ്മ, രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മുസ്ലിം ലീഗ് ആ നിർദ്ദേശങ്ങളോട്, അതായത് അടുത്ത ഒഴിവരുന്ന ഒരു രാജ്യസഭാ സീറ്റ് നൽകാം, ഒപ്പം തന്നെ രാജ്യസഭയിൽ എപ്പോഴും 2 സീറ്റുകൾ മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് ഉറപ്പാക്കാം. ഈ 2 നിർദ്ദേശങ്ങൾ തത്വത്തിൽ മുസ്ലിം ലീഗിന് തൃപ്തികരമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി തൃപ്തികരമായ ചർച്ച എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഇതുവരെ നടന്ന എല്ലാ ചർച്ചകൾക്കും ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു രീതിയിലല്ല നേതാക്കളൊന്നും തന്നെ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് PMS സലാം അടക്കമുള്ള നേതാക്കൾ അല്ല മറുപടി പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം തൃപ്തികരമായിരുന്നു ചർച്ച എന്ന് 2 തവണ പറഞ്ഞു. നല്ല ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഏറെക്കുറെ ഈ വന്ന നേതാക്കൾക്കെങ്കിലും സ്വീകാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ മുസ്ലിം ലീഗിന് 3ാമതൊരു സീറ്റ് വേണം എന്ന കാര്യത്തിലുള്ള നിലപാട് എടുത്തത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ചർച്ചയിൽ ഇവർ ഉന്നയിച്ചത്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. അങ്ങനെയെങ്കിൽ സാദിഖ് അലി തങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് വെച്ച കാര്യങ്ങൾ നേർക്കുനേരെ വിശദീകരിച്ച ശേഷം, അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്, നാളെ എത്തുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. മറ്റന്നാൾ പാണക്കാട്ട് യോഗം ചേരും. ആ യോഗത്തിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും. എന്നിട്ട് ഒരു തീരുമാനമെടുത്ത ശേഷം മാധ്യമങ്ങളെയും സമൂഹത്തെയും അറിയിക്കുക. പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ട ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഇതിൽ ഇടപെട്ട ശേഷം മാത്രം തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചാൽ മതി എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് തൽക്കാലം ഇന്നൊന്നും പറയാൻ സാധ്യതയില്ല. അവർക്ക് തൃപ്തികരമാണെങ്കിൽ പോലും അത്തരമൊരു സന്ദേശം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിച്ചെന്നൊരു സന്ദേശം പുറത്ത് ഇപ്പോൾ കൊടുക്കില്ല എന്ന് ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ധാരണയായിരുന്നു. ആ ഒരു കാര്യമാണ് ഇപ്പോൾ നടപ്പാക്കിയത്. എന്തായാലും 27-ാം തീയതി പാണക്കാട് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിന്റെ ഈ നിർദ്ദേശം സ്വീകരിച്ചോ ഇല്ലയോ എന്ന കാര്യം പാർട്ടി ഔദ്യോഗികമായി അറിയിക്കും. ശരി ഷുക്കൂർ, വ്യക്തമാണ്. ചർച്ച തൃപ്തികരമാണ്. പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ലീഗ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് MK ഷുക്കൂർ നൽകിയത്.